നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ജസ്റ്റ് റഫായിട്ട് എഴുതിയാണ്. ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1,00,000 രൂപയുണ്ട്. ടെർമിനൽ വാല്യൂ 50,000 രൂപയുണ്ട്. ക്യാഷ് ഫ്ലോ യൂണിഫോം അല്ല. ഫസ്റ്റ് ഇയറിൽ 30,000 രൂപ കിട്ടും, സെക്കൻഡ് ഇയറിൽ 70,000 കിട്ടും, തേർഡ് ഇയറിൽ 10,000 ലോസ് ആണ്, ഫോർത്ത് ഇയറിൽ 20,000 കിട്ടും. പേ ബാക്ക് പീരീഡ് വെച്ച് നമ്മൾ കാണുവാണ്. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എല്ലാ വർഷവും ഒരേ ക്യാഷ് ഫ്ലോ ആണോ? അല്ല. ദാറ്റ് മീൻസ് നോട്ട് യൂണിഫോം ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് എങ്ങനെ? ഇയർ 1, 2, 3, 4 ക്യാഷ് ഫ്ലോ ഫസ്റ്റ് ഇയറിൽ 30,000, സെക്കൻഡ് ഇയറിൽ 70,000, തേർഡ് ഇയറിൽ 10,000 ലോസ്, ഫോർത്ത് ഇയറിൽ 20K പ്ലസ് ടെർമിനൽ വാല്യൂ എത്രയാണ് നിങ്ങളുടെ? 50,000. ദാറ്റ് മീൻസ് 70K ആണ് ഫോർത്ത് ഇയർ ക്യാഷ് ഫ്ലോ. ഇനി ഹ്യൂമിലേറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 30,000, 1,00,000, 1,00,000 10,000 രൂപ ലോസ് വന്നു, 90K, പിന്നെ അടുത്ത വർഷം 90K വന്നു, പിന്നെ അടുത്ത വർഷം 1,60,000. നമ്മുടെ ഇക്വേഷൻ എന്തുവാ? ബേസ് ഇയർ പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു ബി റിക്കവേർഡ് ഡിവൈഡഡ് ബൈ ക്യുമുലേറ്റീവ് ക്യാഷ് ഡിവൈഡഡ് ബൈ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ഇൻ വിച്ച് ഇയർ ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് എക്സീഡ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ബേസ് ഇയർ. ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ ഏത് വർഷമാണോ നിങ്ങളുടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനെക്കാട്ടും കൂടുതൽ ഹ്യൂമിലേറ്റീവ് ക്യാഷ് ഫ്ലോ എക്സീഡ് ആവുന്നത്, അതിൻ്റെ തൊട്ട് പുറകിലത്തെ വർഷം. ഇവിടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1 lakh ഉണ്ട്. ഏത് വർഷമാണ് 1 lakhനെക്കാട്ടും കൂടുതലാവുന്നത്? ഈ പറയുന്ന വർഷമല്ലേ. സോ ഇതിൻ്റെ തൊട്ട് പുറകിലത്തെ വർഷം. ദാറ്റ് മീൻസ് ബേസ് ഇയർ എന്ന് പറയുന്നത് 3 ആണ്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ബി റിക്കവേർഡ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് cumulative cash flow after tax in which year cumulative cash flow preceding of cumulative cash flow after tax in which year cumulative cash flow after tax exceed initial investment. അതായത് ഏത് വർഷമാണോ നിങ്ങൾക്ക് ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനെക്കാട്ടിലും കൂടുന്നത്, അതിൻ്റെ തൊട്ട് പുറകിലത്തെ വർഷത്തെ ക്യുമുലേറ്റീവ്. ദാറ്റ് മീൻസ് ഇവിടെ ആണല്ലോ നമ്മൾ എക്സീഡ് ആവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് പുറകിലത്തെ ക്യുമുലേറ്റീവ് എത്ര? 90,000. ദാറ്റ് മീൻസ് 1 lakh minus 90K ഡിവൈഡഡ് ബൈ ഇതെന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ഇൻ വിച്ച് ഇയർ ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ എക്സീഡ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഈ വർഷമാണ് നമ്മുടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യുമുലേറ്റീവിനെക്കാട്ടിലും ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനെക്കാട്ടും കൂടുതൽ ക്യുമുലേറ്റീവ് എക്സീഡ് ആവുന്നത്. സോ ആ വർഷത്തെ ക്യാഷ് ഫ്ലോ, അതായത് ബാക്കിയുള്ള ബേസ് ഇയറും ഇൻവെസ്റ്റ്മെൻറ്റ് ബി റിക്കവേർഡും എല്ലാം പ്രിസീഡിങ് വെച്ചാൽ കളിക്കുന്നതെങ്കിൽ ഇത് ശരിക്കുള്ള ക്യാഷ് ഫ്ലോ ആണ് എടുക്കുന്നത്. പ്രിസീഡിങ് എന്നുള്ള വാക്കേ ഇല്ല. ഏത് വർഷമാണോ ക്യുമുലേറ്റീവ് എക്സീഡ് ആവുന്നത് ആ വർഷത്തെ ക്യാഷ് ഫ്ലോ എത്ര? 70,000. ദാറ്റ് മീൻസ് 10,000 ഡിവൈഡഡ് ബൈ 70,000 നിങ്ങൾ ചെയ്യുക. ആ കിട്ടുന്ന പോയിൻറ്റിൻ്റെ കൂടെ +3 ചെയ്യുക. ദാറ്റ് ഈസ് യുവർ ആൻസർ. ഇനിയിപ്പം 2 ഐറ്റംസ് ഉണ്ടെന്നിരിക്കട്ടെ. 2 വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഒരു വാല്യൂ നമ്മൾ 3.28 കിട്ടി, ഒരു വാല്യൂ 4 കിട്ടിയെങ്കിൽ ഇതിൽ ഏറ്റവും വരുന്ന ലീസ്റ്റ് ഏതാ? 3.28. സോ ഇതാണ് കമ്പനി അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നും പറഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞാലും ഇല്ലെങ്കിലും ഡിസിഷൻ മേക്കിംഗ് എഴുതും.